ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 10. ഓം ഭൂതാത്മനേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 10. പൂതാത്മാ. പൂതം എന്നാൽ പരിശുദ്ധം, പൂതാത്മാ എന്നാൽ പരിശുദ്ധമായ ആത്മാവോട് കൂടിയവൻ. ഭഗവാൻ സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ വസ്തുക്കളിലും പ്രവേശിച്ച് സന്നിധാനം ചെയ്യുന്നു. എന്നാൽ ആ വസ്തുക്കളുടെ ഗുണവിശേഷങ്ങൾ ഭഗവാനെ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. ഇത് സാധാരണ പ്രകൃതി നിയമത്തിന് എതിരാണ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് കൂടിക്കലരുമ്പോൾ സ്വാഭാവികമായും ആ വസ്തുവിൻ്റെ ഗുണവിശേഷങ്ങൾ കൂടിക്കലരുന്ന വസ്തുവിനെ ബാധിക്കുന്നു. എന്നാൽ ഭഗവാന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഉദാഹരണത്തിന് വായുവിന് ശുദ്ധജലത്തിലും മലിനജലത്തിലും ചെളിയിലുമൊക്കെ കടന്നുകൂടാം. എങ്കിലും അത് ഒന്നിനോടും കൂടിക്കലരുന്നില്ല. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സിനിമ കാണുമ്പോൾ സ്ക്രീനിൽ പല രൂപങ്ങളും വസ്തുക്കളും സത്യമാണെന്ന് തോന്നിച്ചുകൊണ്ട് തെളിഞ്ഞു മറഞ്ഞു പോകുന്നു. അതിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്നത് കാണാം, വെള്ളപ്പൊക്കം കാണാം. പക്ഷേ ദൃശ്യം അവസാനിച്ച് സ്ക്രീൻ തൊട്ടു നോക്കിയാൽ അത് അല്പം പോലും നനഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെയാണ് ഭഗവാനിൽ നിന്ന് എല്ലാം ഉണ്ടാവുകയും നിലനിൽക്കുകയും ലയിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാൻ എന്നും എപ്പോഴും പരിശുദ്ധനായി തന്നെ നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ഭഗവാനെ പൂതാത്മാ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഹരേ കൃഷ്ണ.